ഹായ് ഓൾ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ നോക്കുന്നത്. ദ സീഡ്ലിംഗ്. ഇതൊരു പോയമാണ്. പോൾ ലോറൻസ് ഡൺബാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ മനോഹരമായൊരു പോയത്തിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്. പ്രോബ്ലം ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ്. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകളായിട്ട് കാണണം. വി ഷുഡ് ബി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഹു ട്രാൻസ്ഫോം ദ വേൾഡ്. നമ്മൾ ആരായിട്ട് മാറണം? സൊല്യൂഷൻ, ഈ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസിനൊക്കെ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരാളായിട്ട് മാറണം. അങ്ങനെയുള്ളൂ നമുക്ക് ഈ വേൾഡിനെ തന്നെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ക്യാൻ വി കണ്ടിന്യൂ ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഈവൻ വെൻ ദി പാത്ത് ടു സക്സസ് ഈസ് ലോങ്, ഡിഫിക്കൽട്ട് ആൻഡ് ചലഞ്ചിങ്. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? ഒരു ചോദ്യമാണ് കേട്ടോ. നമ്മളുടെ സക്സസ്സിലേക്കുള്ള വഴി വളരെ ദൂരത്താണെങ്കിലും ഡിഫിക്കൽട്ടാണെങ്കിലും ചലഞ്ചിങ് ആണെങ്കിലും കഷ്ടപ്പാട് നിറഞ്ഞതാണെങ്കിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായാലും നമ്മളതൊക്കെ മാറ്റി മോട്ടിവേറ്റായിട്ട് മുന്നോട്ട് പോവില്ലേ എന്ന് പോകും. ദ സീഡ്ലിംഗ് ഷോസ് ഹൗ നേച്ചർ ക്യാൻ ഇൻസ്പയർ അസ് ടു പേഴ്സിവർ ഇൻ ദി ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. നമുക്ക് ഈ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോയം നമ്മളെ കാണിച്ചു തരുന്നത് എന്താണ്? നേച്ചർ എങ്ങനെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതെന്ന്. എന്തിനു വേണ്ടിയിട്ട്? ടു പേഴ്സിവർ ഇൻ ദി ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. ജീവിതത്തിൽ ചീത്ത സമയങ്ങളുണ്ടല്ലേ. ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ചീത്ത സമയങ്ങൾ. ആ ജീവിതത്തിലെ ചീത്ത സമയങ്ങളിൽ എങ്ങനെയാണ് നേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സീഡ്ലിംഗ് എന്ന് വെച്ചാൽ? വളരെ ചെറിയ ഒരു കുഞ്ഞ് ചെടി എന്നർത്ഥം. ഇങ്ങനെ സീഡിൽ നിന്നൊക്കെ വിത്തിൽ നിന്നൊക്കെ മുളച്ച് വരുന്ന ചെറിയ ഒരു ചെടിക്കാണ് നമ്മൾ സീഡ്ലിംഗ് എന്ന് പറയുന്നത്. ആസ് എ ക്വയറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്. ആ സീഡ്ലിംഗ് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ക്വയറ്റാണ്, ഭയങ്കര ശാന്തമാണ്. ലിറ്റിൽ, ചെറുതാണ്. ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്ക് ബെഡ്. എവിടെയാണ് കിടക്കുന്നത്? ലേ വിത്തിൻ ഇറ്റ്സ് ഡാർക്സം ബെഡ്. ലേ, കിടക്കുന്നു. എവിടെയാണ് കിടക്കുന്നത്? ഡാർസം ബെഡിലാണ്, ഇരുണ്ട ബെഡിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വിത്തൊക്കെ കുഴിച്ചിടുമ്പോൾ, മുളപ്പിക്കാനായിട്ട് കുഴിച്ചിടുമ്പോൾ എവിടെ ഇടുന്നത്? മണ്ണ് കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണല്ലോ ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? മണ്ണിൻ്റെ അടിയിൽ ഇരുണ്ട ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ശാന്തമായ പാവമായ ആ വിത്ത് എവിടെയാണ് കിടക്കുന്നത്? മണ്ണിനടിയിലാണ് കിടക്കുന്നത്. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. അപ്പോൾ അത് സ്വയം സംസാരിക്കുന്നു. ആ സീഡ്ലിംഗ് എന്തൊക്കെയോ സ്വയം സംസാരിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്. അതാണ് ഇനി വരുന്ന ലൈൻസിലൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ സീഡ്ലിംഗ് പറയുന്നതെന്ന് നോക്കാം. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്. അപ്പോൾ നമ്മുടെ സീഡ്ലിംഗ് പറയാണ്, ഞാൻ റോബസ്റ്റ് അല്ല, എന്ന് വെച്ചാൽ ശക്തനല്ല, ഞാൻ ഭയങ്കര തടിയുള്ളതൊന്നും അല്ല, ഭയങ്കര ശക്തനൊന്നുമല്ല. ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ് ബട്ട് ഐ വിൽ ഡൂ ദ ബെസ്റ്റ് ഐ ക്യാൻ. ഞാൻ വളരെ ശക്തനല്ലെങ്കിലും വളരെ ബലമൊന്നും എനിക്കില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗൻ. അപ്പോൾ ആ മൊമെൻറ്റ് തൊട്ട്, അതായത് ഞാൻ ചെറുതാണ്, ശക്തനല്ലായിരിക്കും, പക്ഷേ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും എന്ന് സീഡ്ലിംഗ് മനസ്സിലാക്കിയ സമയം തൊട്ട് സീഡ്ലിങ്ങിൻ്റെ ലൈഫ് അവിടെ ബിഗൻ ചെയ്തു. അതായത് നമ്മൾ ഭയങ്കര പ്രശ്നത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സീഡ്ലിംഗ് മണ്ണിനടിയിൽ ഇങ്ങനെ ഇരിക്കുവാണല്ലോ. അപ്പോൾ അത് സ്വയം പറയുന്നു, ഞാൻ ചെറുതാണ്, എന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. തേർഡ് സ്റ്റാൻസയിലേക്ക് പോകാം. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ്. അപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണല്ലോ ഈ സീഡ്ലിംഗ് പറയുന്നത്. സോ ഇറ്റ് പുഷ്ഡ് എ ലീഫ്ലെറ്റ്. ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഇല. അപ്പോൾ ഈ മണ്ണിനടിയിൽ നിന്നും ഒരു ചെറിയ ഇല പുഷ് ചെയ്ത് ഈ സീഡ്ലിംഗ് പുറത്തേക്ക് വിട്ടു. അതായത് മണ്ണിനടിയിൽ നിന്ന് ചെറിയ നാമ്പ് ഇങ്ങനെ കിളുത്ത് വരുന്നു. അപ്പ് ഇൻ ടു ദി ലൈറ്റ് ഓഫ് ദി ഡേ. എങ്ങോട്ടാണ് വിട്ടത്? സൂര്യപ്രകാശത്തിലേക്ക്. ലൈറ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നാണ് കേട്ടോ അർത്ഥം. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞു വിട്ടത്? ചുറ്റുപാടുമൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി. ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. ബാക്കിയുള്ളവർക്കും ഈ സീഡ്ലിംഗ് ഇങ്ങനെ ചെറിയ ഇലയായിട്ട് പിന്നെ അതിന് പുറകെ തണ്ടും വേറെ ഇലകളും ഒക്കെ വരും അല്ലേ. അപ്പോൾ ബാക്കി വരുന്നവർക്കൊക്കെ ഒരു വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയ ഇലയെ തള്ളി പുറത്തേക്ക് വിട്ടു. അതിൻ്റെ അർത്ഥം മണ്ണിൽ നിന്ന് ഒരു ചെറിയ ചെടി മുളച്ച് പുറത്തേക്ക് വന്നു എന്നർത്ഥം. ദ ലീഫ്ലെറ്റ് ലൈക്ക് ഇറ്റ് ദ പ്രോസ്പെക്റ്റ്. ഈ ലീഫ്ലെറ്റിന്, ഈ ചെറിയ ഇലയ്ക്ക് ഈ പ്രോസ്പെക്റ്റ് മീൻസ് കാഴ്ചയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റീം. അതുകൊണ്ട് പുറത്തേക്ക് ഈ ചെടി വന്നപ്പോൾ ആ ചുറ്റുപാടുമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു ചെറിയ ഇല അതിൻ്റെ ബ്രദറിനെ വിളിച്ചു. ആരാണ് ബ്രദർ? സ്റ്റേം എന്ന് പറഞ്ഞാൽ തണ്ടിനെ വിളിച്ചു. ദെൻ 2 other ലീഫ്ലെറ്റ് ഹേർഡ് ഇറ്റ്. ആ വിളി ആരുകൂടി കേട്ടു? വേറെ 2 ചെറിയ ഇലകൾ കൂടി അത് കേട്ടു. ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദം. ആ ഒരു സ്റ്റേമിന് പുറകെ 2 ഇലകളും കൂടി വന്നു. അതിനർത്ഥം ഒരു വേരിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ
വിത്തിൽ നിന്ന് ആദ്യം ഒരു ചെറിയ ഇല വന്നു, അതിൻ്റെ പുറകെ ഒരു സ്റ്റേം, ഒരു തണ്ട് വന്നു, അതിൻ്റെ പുറകെ 2 ഇലകൾ കൂടി വന്നു, നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത് പോലെ. അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. To be sure, the haste and hurry made the seedling sweat and pant. ഇത് പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. എന്താണ് അതിനൊരു ഹാസ്റ്റും ആ ഒരു ഹറി, ഒരു സ്പീഡൊക്കെ ഉണ്ടായിരുന്നല്ലേ. പെട്ടെന്ന് ഇത് പുറത്തേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോൾ എന്ത് പറ്റി? മേഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻറ്റ്. എന്ത് ചെയ്തു? സ്വെറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സീഡ്ലിങ് ഭയങ്കരമായിട്ട് വിയർത്തു. അതുപോലെ തന്നെ പാൻറ്റ് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കിതയ്ക്കാനും തുടങ്ങി. അതിനർത്ഥം വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്നർത്ഥം. അല്ലാതെ ആ ഒരു ചെടി മുളച്ചു വന്നപ്പോൾ അത് ഒരുപാട് വിഷമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളത് നമ്മുടെ കാര്യമായിട്ട് എടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ ഈ ചെടിയും അല്ലെങ്കിൽ ഈ സീഡ്ലിങ്ങും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സീഡ്ലിങ് തന്നെ മനസ്സിലാക്കി സീഡ്ലിങ് എന്തായിട്ട് മാറി? വളരെ മനോഹരമായ ഒരു ചെടിയായിട്ട് മാറി. മനസ്സിലായില്ലേ? കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചെങ്കിലും അതിനവസാനം വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു. ദ സൺഷൈൻ പൗഡ് അപ്പോൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകി വീഴുക എന്നർത്ഥം. ദ സൺഷൈൻ പവേർഡ് അപ്പോൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം അതിൻ്റെ മേലെ വീണു. ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ. അതുപോലെ മേഘങ്ങൾ അതിന് മഴ നൽകി. അതായത് ചെടിക്ക് ആവശ്യമുള്ളതൊക്കെ സറൗണ്ടിങ്സും കൊടുത്തു എന്ന് അർത്ഥം. വെയിലും കിട്ടി, അതുപോലെ മഴയും കിട്ടി. ആൻഡ് ദ ലിറ്റിൽ പ്ലാന്റ് കെപ്റ്റ് ഗ്രോയിങ്. ഈ ചെറിയ ചെടി പതിയെ പതിയെ വളരാനായിട്ട് തുടങ്ങി. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ. പിന്നെ അതിലെന്തുണ്ടായി? ഒരു നല്ല മനോഹരമായ പുഷ്പമുണ്ടായി, പൂവുണ്ടായി. ആദ്യം ഒരു ചെറിയ സീഡ്ലിംഗ് ആയിരുന്നു, അത് പതിയെ പതിയെ പുഷ് ചെയ്ത് പുറത്തേക്ക് വന്നു, ഇലകൾ വന്നു, തണ്ട് വന്നു, പിന്നെന്താണ്? സൂര്യപ്രകാശം കിട്ടി, മഴ കിട്ടി. അങ്ങനെ അത് വളരെ മനോഹരമായൊരു ചെടിയായിട്ട് മാറി. അതിലിപ്പോൾ പൂവും ഉണ്ടായിരിക്കുന്നു. ലിറ്റിൽ ഫോക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ എന്നർത്ഥം. ഇവിടെ നമ്മുടെ റൈറ്റർ, നമ്മുടെ പോയറ്റ് കുട്ടികളോട്, സ്റ്റുഡൻസ് നിങ്ങളോട് പറയുകയാണ് കേട്ടോ. ലിറ്റിൽ ഫോക്സ്, കുട്ടികളെ, ബി ലൈക്ക് ദ സീഡ്ലിങ്ങിനെ പോലെ ആകുക. ഓൾവേസ് ഡൂ ദ ബെസ്റ്റ് യു ക്യാൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക. എവരി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവരി മാൻ. എന്താ പറയുന്നത്? എല്ലാ മനുഷ്യരെയും പോലെ തന്നെ നിങ്ങൾ കുട്ടികളാണെന്ന് പറഞ്ഞിരിക്കാതെ ഷെയർസ് ലൈഫ്സ് ലേബർ, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഇപ്പോഴേ പരിഹരിച്ചു തുടങ്ങുക. അതിൻ്റെ അർത്ഥം നമ്മൾ കുട്ടികളാണ്, ഞങ്ങൾക്കൊന്നും ഇപ്പോൾ ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കാതെ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങളും ലൈഫിലെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് എത്തുക എന്നർത്ഥം. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു. നമ്മുടെ സണ്ണും സൂര്യനും അതുപോലെ ഷവേഴ്സ് മഴയും സീഡ്ലിങ്ങിനെ സഹായിച്ചതുപോലെ നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും. ത്രൂ ദി ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ്. ഇവിടെ ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോൺസം ഒറ്റക്കായി പോയാലും അതുപോലെ സ്ട്രഗ്ലിംഗ് ബുദ്ധിമുട്ടുള്ള സമയത്തും അത് നിങ്ങളെ സഹായിക്കും. ടിൽ യു റേസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി വെർച്യൂസ് ഫെയർ അൺഫേഡിങ് ഫ്ലവേഴ്സ്. അങ്ങനെ നിങ്ങൾ എങ്ങനെയാകും? നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് വളരാനായിട്ട് പറ്റും, അതുപോലെ ബ്യൂട്ടിയിലേക്കും മനോഹാരിതയിലേക്കും നിങ്ങളെത്തും. അതുപോലെ വെർച്യൂസ് ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോറൽ വാല്യൂസ് ആണ്, ധാർമ്മികമായ കാര്യങ്ങൾ, സത്യസന്ധത, സ്നേഹം, സഹിഷ്ണുത, അങ്ങനെയുള്ള അനുകമ്പ, അങ്ങനെയുള്ള നല്ല നല്ല ക്വാളിറ്റീസൊക്കെ വളർത്തിയെടുത്ത് നിങ്ങൾക്കൊരു അൺഫെയ്ഡിങ് ഫ്ലവറായിട്ട് മാറാനായിട്ട് പറ്റും. അതായത് മായാത്ത മനോഹരമായ ഒരു പുഷ്പമായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? ഒരു സീഡ്ലിംഗ് എങ്ങനെയാണോ ഒരു പുഷ്പത്തെ ഉണ്ടാക്കിയെടുത്തത്, അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം കഴിവുകളൊക്കെ മനസ്സിലാക്കി ഉയരത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പോയറ്റ് പറയുന്നത്.